കണ്ണൂർ പയ്യന്നൂരിൽ സൈക്കിൾ യാത്രികൻ വാഹനാപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മാവിച്ചേരി സ്വദേശി ഹരിദാസനാണ് രക്ഷപ്പെട്ടത്. പയ്യന്നൂർ സൗത്ത് ബസാറിന് സമീപമാണ് സംഭവം. അരുൺ പാറക്കൽ വിവരങ്ങൾ ചേരുന്നു. അരുൺ, എന്തായാലും ഹരിദാസേട്ടൻ്റെ ആയുസിൻ്റെ ബലം നല്ല ബലമാണ് എന്ന് പറഞ്ഞാൽ അത് നേരിയ രീതിയിൽ അങ്ങ് രക്ഷപ്പെട്ടതാണ്. ഭാഗ്യം. ഹാഷ്മി, അത് തന്നെയാണ്, നേരിയ രീതിയിലാണ് ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഈ മാവിച്ചേരി സ്വദേശി ഹരിദാസനാണ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. പയ്യന്നൂർ സൗത്ത് ബസാറിന് സമീപം വിഡോബ അമ്പലത്തിന് മുൻപിൽ റോഡരികിൽ അദ്ദേഹം പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി നിന്നതായിരുന്നു. അദ്ദേഹം അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര പോവുകയായിരുന്നു. അതിനിടയിലാണ് ഈ ക്ഷേത്രം കാണുന്നത്. അവിടെ പ്രാർത്ഥിക്കുന്നതിനായി വാഹനം ആ റോഡരികിൽ നിർത്തിയ സമയത്താണ് ഈ ടിപ്പർ ലോറി വേഗതയിൽ വരുന്നത്. അദ്ദേഹത്തിൻ്റെ കാൽ തെന്നുകയോ എന്തോ സംഭവിച്ചു. ഈ ടിപ്പറിന് അടിയിലേക്ക് അദ്ദേഹം വീഴുകയായിരുന്നു. പക്ഷേ ഭാഗ്യത്തിന് അപകടമൊന്നും ഉണ്ടായില്ല. ടിപ്പർ ലോറി കുറച്ച് വേഗതയിലായിരുന്നു. ആ ഡ്രൈവർക്കും വാഹനം ബ്രേക്ക് ചവിട്ടിയത് കിട്ടിയില്ല. ഈ ഹരിദാസ് ഏട്ടൻ എന്തായാലും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മറ്റ് പരിക്കുകളൊന്നുമില്ല എന്നാണ് നമ്മളും അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്. ഹരിദാസ് ഏട്ടൻ ഇപ്പോൾ ആ ഭാഗത്ത് നിന്ന് മാറി എന്നും മനസ്സിലാവുന്നുണ്ട്. എന്തായാലും വലിയൊരു അപകടമാണ് തലനാഴിക്ക് ഒഴിവായത്. ഹാഷ്മി, അരുൺ പാറക്കലാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. സൈക്കിൾ യാത്രികൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടതിൻ്റെ നല്ല ദൃശ്യങ്ങളാണ് ആ പ്രേക്ഷകർ കാണുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ് ലോറിക്കാരൻ പരമാവധി അങ്ങോട്ടേക്ക് വണ്ടി നീക്കിക്കൊണ്ട് പോവുകയും ചെയ്തു. അതുകൊണ്ടാണ് ഭാഗ്യത്തിനൊന്നും സംഭവിക്കാതിരുന്നത്. ചേട്ടൻ സൈക്കിൾ നിർത്താൻ നോക്കുമ്പോഴോ സൈക്കിൾ വെക്കാൻ നോക്കുമ്പോഴോ എന്തോ വീണതാണ്. ആ ലോറിക്കാരൻ പരമാവധി അങ്ങോട്ടേക്ക് വെട്ടിച്ചെടുത്തത് കാരണമാണ് അത്ഭുതകരമായ രക്ഷപ്പെടൽ എന്ന് ഉറപ്പായും പറയാം. അരുൺ, എന്തായാലും ആ ലോറിച്ചേട്ടൻ ഒരു കയ്യടി അല്ലെങ്കിൽ ഒരു അഭിനന്ദനം ഒരു ജീവൻ രക്ഷിതത്തിൽ ഒരു അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. അരുൺ, അതെ, ആ ലോറി ഡ്രൈവർ അദ്ദേഹം സാഹസികമായി തന്നെ ആ വാഹനം മറ്റൊരു ഭാഗത്തേക്ക് വെട്ടിക്കാൻ ശ്രമിച്ചു. അതുകൊണ്ടാണ് ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ പേര് വിവരങ്ങൾ ഇതുവരെയും ലഭ്യമായിട്ടില്ല. ഈ അപകടത്തിൽപ്പെട്ട സൈക്കിൾ യാത്രികൻ്റെ പേര് വിവരം മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും ആ ലോറിക്കാരനും ഒരു കയ്യടി അർഹിക്കുന്നുണ്ട്. അദ്ദേഹം വാഹനം വെട്ടിച്ച് മറ്റൊരു ദിശയിലേക്ക്, അതായത് ആ ഭാഗത്തു നിന്ന് ഈ സൈക്കിൾ യാത്രികൻ്റെ ദേഹത്തു കൂടി കയറാതിരിക്കാനുള്ള ഒരു ശ്രമം അദ്ദേഹവും നടത്തി. അതുകൊണ്ടാണ് ഈ സൈക്കിൾ യാത്രികൻ രക്ഷപ്പെടാനുള്ളൊരു കാരണമുണ്ടായത്. വലിയൊരു അപകടമായിരുന്നു. അദ്ദേഹം പെട്ടെന്നാണ് ഈ കാൽ തെന്നി സൈക്കിളും അദ്ദേഹവും കൂടി ഈ റോഡിലേക്ക് വീഴുന്നൊരു സാഹചര്യം ഉണ്ടായത്. അദ്ദേഹത്തിനും അവിടെ നിന്ന് പെട്ടെന്ന് മാറാനും സാധിച്ചില്ല. ലോറി ഡ്രൈവർ എതിർദിശയിലേക്ക് വാഹനം വെട്ടിച്ചതുകൊണ്ട് മാത്രമാണ് ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഹാഷ്മി, ഓക്കെ അരുൺ, എന്തായാലും ലോറിക്കാരൻ ലോറിയുടെ ഡ്രൈവർ എന്തായാലും എക്സ്പെർട്ട് ഡ്രൈവറാണെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. അപ്പുറത്ത് മതിലും ഗേറ്റും ഒക്കെ ഉണ്ട്. അതിനിടയിൽ മനസാന്നിധ്യം കാണിക്കണം. അപ്പുറത്തെ മതിലോ ഒന്നും ഇടിക്കാതെ, അതേസമയം തന്നെ അത്യാവശ്യം വേഗതയിലുമായിരുന്നു ലോറി മറിയാതെ നോക്കുകയും വേണം. അപ്പോൾ അങ്ങനെ വളരെ സേഫായി, ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന സിനിമയിൽ പറയുന്നത് പോലെ വളരെ സേഫായി ഹരിദാസൻ ചേട്ടൻ്റെ പോറൽ പോലും ഇല്ലാതെ ലോറിക്കാരൻ അങ്ങ് പോവുകയും ചെയ്തു. ഈ ദൃശ്യങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ലോറി ചേട്ടാ ഗംഭീരം കിടു. അപ്പോൾ എന്തായാലും ആ ലോറി ചേട്ടൻ്റെ പേര് ഇതൊരു ജീവൻ രക്ഷിക്കലാണ്. ഉറപ്പായും അത് ഏതെങ്കിലും തരത്തിൽ ലോറി കുറ്റമോ അതിലില്ല. സൈക്കിൾ വെക്കാൻ ശ്രമിക്കുന്നതിനിടെ കാല് തെന്നിയോ അല്ലെങ്കിൽ വഴുതിയോ എങ്ങനെയോ താഴെ വീണു പോകുമായിരുന്നു. ഒരുപക്ഷെ ജീവൻ നഷ്ടമാകാവുന്ന അപകടമാണ് ലോറിക്കാരൻ്റെ മനസാന്നിധ്യത്തിൽ ഒന്നും സംഭവിക്കാതിരുന്നത്. നല്ല കാര്യം.